റെസിപ്പി കാബേജ് തോരൻ്റെ റെസിപ്പിയാണ്. ഇതൊരു സദ്യ സ്പെഷ്യൽ കാബേജ് തോരനാണ്. അപ്പം നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ കാബേജിന് അതുപോലെ വളരെ നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാബേജ് അരിയുമ്പോൾ നമ്മുടെ കാബേജിൽ ഇതുപോലത്തെ നല്ല കട്ടിയുള്ള ഒരു പാർട്ട് ഉണ്ടാവും. അപ്പം അതിനെ റിമൂവ് ചെയ്യാൻ നോക്കണം. കാരണം ഇത് ചേർത്തിട്ടാണ് നമ്മൾ ഉപ്പേരി വെക്കുന്നതെങ്കിൽ നമ്മുടെ ഉപ്പേരിയിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. പൊതുവേ നമ്മുടെ കാബേജിന് വാട്ടർ കണ്ടന്റ് നല്ലോണം ഉണ്ടാവും. ഈ വരുന്ന ഈ പാർട്ട് അതിൻ്റെ കൂടെ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഉപ്പേരിക്ക് ടേസ്റ്റും കാണൂല, പിന്നെ നല്ല വെള്ളം ഉണ്ടാവും. അപ്പം നമുക്ക് വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. പിന്നെ നമുക്കിതിലേക്ക് ഒരു കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 2-3 ഇതള് കറിവേപ്പിലയും ഒരു 3 പച്ചമുളകും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചും. ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ചെറിയ ഉരലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ചെറിയ ഉള്ളിയും ഇഞ്ചും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കാബേജിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കറിയൊക്കെ എടുക്കുന്ന ഒരു വലിയ കയ്യിലിന് ഒരു കയ്യില് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാബേജ് കാണുന്ന പോലെ ഇത്ര തോനൊന്നും ഉണ്ടാവില്ല. ഇതൊന്ന് വാടി വരുമ്പോൾ നന്നായിട്ട് ഇതിന്റെ അളവ് കുറയും. അപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കാബേജ് തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ വറ്റൽമുളകും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കാബേജ് ഇട്ട് കൊടുക്കാം. നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. കാബേജ് ആയതുകൊണ്ട് പാത്രം അടച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കാബേജ് ഒക്കെ ഇവിടെ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാബേജ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇത്തിരി ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതോടുകൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. Take care. Bye bye.